സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കണ്ണൂരിലും കാസർഗോഡും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, കാലവർഷം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കള്ളക്കടൽ പ്രതിഭാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഉയർന്ന തിരമാലകളുടെ കാര്യത്തിൽ വലിയ വേഗത്തിലുള്ള കാറ്റടിക്കാനുള്ള സാധ്യതയൊക്കെയും നിലനിന്നിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ്? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി 2 ദിവസം കൂടി കാത്തിരിക്കണം കാലവർഷം കേരളത്തിലെത്താൻ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി 10 മണിയുടെ കൂടി വന്നിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അലർട്ട് പ്രകാരം 14 ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. അതിൽ 14 ജില്ലകൾക്കും യെല്ലോ അലർട്ടാണ് ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത്. നാളെ 2 ജില്ലകൾക്ക്, കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും മറ്റ് 12 ജില്ലകൾക്ക്, തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള 12 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരുന്ന 5 ദിവസവും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാളെയും മറ്റന്നാളും ഒപ്പം തന്നെ 26, 27 ദിവസങ്ങളിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തീവ്രമായ മഴ ലഭ്യമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം തുടരുകയാണ്. കേരള കർണാടക തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം തുടരുന്നതിനാൽ തന്നെ ഉയർന്ന തിരമാല സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കൂടി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, തമിഴ്നാട് തീരങ്ങളിലും ലക്ഷദ്വീപ് തീരങ്ങളിലും പൂർണ്ണമായ വിലക്ക് ഈ ദിവസങ്ങളിലും ഈ മണിക്കൂറിലും തുടരുകയാണ്. ഇനിയിപ്പോൾ ഉച്ചയോടുകൂടിയാണ് അടുത്ത അലർട്ടുകൾ വരാനിരിക്കുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. നിലവിൽ ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും നൽകിയിട്ടുള്ളത്. എങ്കിൽ പോലും തെക്കൻ കേരളത്തിലെ പല ജില്ലകളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയാണ്. ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റ് പല മേഖലകളിലും വീശുന്നുണ്ട്. കിഴക്കൻ മലയോര മേഖലകളടക്കം തിരുവനന്തപുരം ജില്ലയുടെ മേഖലകളിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ സമുദ്രങ്ങളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ, തീരദേശങ്ങളിൽ താമസിക്കുന്നവരുടെയൊക്കെ അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ, യാനങ്ങളൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. എന്തായാലും മുൻപ് നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെ തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. കന്യാകുമാരി തീരത്ത് കാലവർഷക്കാറ്റ് തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം അത് തീവ്രമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മഴ തീവ്രമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം, ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവരുടെ മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട്. എന്തായാലും കാലവർഷം എത്താൻ പോവുകയാണ്. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റും തിരമാലയും കടൽക്ഷോഭവും കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യം ഉള്ളതിനാൽ ജാഗ്രത തുടരണമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയുള്ള അലർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുമെന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. ഓക്കെ, ശരി ശാലിനി. ഏതായാലും ആശങ്ക നിലവിൽ വേണ്ട. നാളെ ഓറഞ്ച് അലേർട്ട് ഉണ്ട് കണ്ണൂരും കാസർഗോഡും. എങ്കിലും ജാഗ്രതയോടെ ഇരിക്കുക. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലുള്ളവരും തീരപ്രദേശങ്ങളിലുള്ളവരുമൊക്കെയും ജാഗ്രത പാലിക്കാനാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.